ഹായ് ഗായ്സ്, ഒരു 2018 മോഡല് ചലഞ്ചർ ആട്ടോ നമുക്ക് വന്ന ന്യൂ മോഡൽ. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന എൻജിൻ ഒരു V6 എൻജിനാണ്. നമുക്കിത് വന്ന പണി എന്ന് പറഞ്ഞാൽ ഓയിൽ കൂളർ ചേഞ്ച് ചെയ്യണം. ഓയിൽ കൂളർ ലീക്കാണ്. അതുപോലെ തന്നെ ഓയിൽ കൂളർ റിമൂവ് ചെയ്യണമെങ്കിൽ മാനിഫോൾഡർ, അതുപോലെ തന്നെ ഇൻഡക്ടർ കാര്യങ്ങൾ മാത്രം റിമൂവ് ചെയ്താൽ മാത്രം കേട്ടോ ഇതിൻ്റെ ഓയിൽ കൂളർ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിന് വരുന്നത് ഇവിടെ ഒരു 2 ബോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 8 ബോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 2 എണ്ണം. ഇത് അയച്ചു കഴിഞ്ഞാൽ മാനിഫോൾഡർ റിമൂവ് ചെയ്യുക. ത്രോട്ടിൽ ബോഡിയിൽ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. റിമൂവ് ചെയ്യണമെന്നില്ല, ഇത് റിമൂവ് ചെയ്യണം. മാനിഫോൾഡർ റിമൂവ് ചെയ്തു. ഇനി ഒരു ചെറിയ കട്ടിങ് പീസ് വരുന്നുണ്ട് ഇവിടെ. അതിന് നമ്മൾ ഇൻജക്ടർ റിമൂവ് ചെയ്യണം. മോഡലിലും അതുപോലെ തന്നെ ഓൾഡ് ചലഞ്ചറിലും എൻജിൻ ഡിഫറെൻ്റ് ആണ്. മാനിഫോൾഡറും കാര്യങ്ങളും എല്ലാം ഫുള്ളി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കൂളർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ മൊത്തം ക്ലീൻ ചെയ്ത് അതൊക്കെ ഫുൾ ഓയിലായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1 ലിറ്റർ ഓയിലോളം ഇതിൽ സ്റ്റേ ആയി. ഇതാണ് പുതിയ കൂളർ. അതുപോലെ തന്നെ കൂളറിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ പഴയതയച്ച് ഇതിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷായി, എല്ലാം സെറ്റ് ചെയ്തിട്ടോ. ഫിൽറ്റർ ബോക്സും ത്രോട്ടിൽ ബോഡി കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ കൂളൻറ്റും ഒഴിച്ച് കഴിഞ്ഞാൽ പരിപാടി ഫിനിഷായി. അപ്പോൾ ഏകദേശം വർക്കും കാര്യങ്ങളും ഫിനിഷായി. നമ്മളിനി കൂളൻ്റ് ഫില്ല് ചെയ്യണം. അതിന് നമ്മൾ വാക്കിടുക കേട്ടോ. ഇവിടുന്ന് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബ്ലൂ ഹോസ് ടോപ്പിന് കണക്ട് ചെയ്യുക. നമ്മളിതെന്താക്കണം, ഇത് ക്ലോസിൽ വെക്കണം. അതുപോലെ തന്നെ എയർ കൂളൻ്റെ ഇതിൽ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷായി. നമുക്കൊന്ന് വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. $3.6 ലിറ്റർ കേട്ടോ എൻജിൻ വന്നേക്കുന്നത്. രണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു.
എൻജിനൊന്ന് വാമപ്പ് ആയതിനു ശേഷം നമുക്ക് ക്ലിയർ ചെയ്യാം ബാക്കിയുള്ളത്. വാർണിംഗ് ലൈറ്റ്സ് ഡോട്ട്സ് ഇനി സ്കാൻ ചെയ്യണം, എന്തെങ്കിലും ഫോൾട്ട് കോഡോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം വണ്ടി ഡെലിവറി ചെയ്യണം.